ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് നല്ലൊരു അമ്പഴങ്ങ അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്നൊന്നും പൂത്തു പോകാത്ത രീതിയിലാണ് അമ്പഴങ്ങ അച്ചാർ റെഡിയാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതിൽ തന്നെ അമ്പഴങ്ങ ഞെട്ടൊക്കെ കളഞ്ഞ് ഇതിൻ്റെ പുറത്തൊരു പൂപ്പ് കണക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം. അതൊരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് 2 ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്, ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അമ്പഴങ്ങയില്ല, അതിൻ്റെ ആ വെള്ളം നമ്മൾ ഉപ്പിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കാണില്ല, അതൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ അതിനകത്തുള്ള വെള്ളം ഈർപ്പമൊക്കെ മാറി ആ എണ്ണയിൽ കിടന്ന് ഇച്ചിരി നേരം ഒന്ന് ചൂടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് പൂത്തൊന്നും പോകത്തില്ല. അതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി അമ്പഴങ്ങ എല്ലാം കോരി മാറ്റുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വറ്റൽമുളക് ഒരു 3-4 കഷ്ണങ്ങളാക്കി ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ ഇട്ട് കൊടുക്കുക, അതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-3.5 സ്പൂണോളം അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂണോളം കായപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള അമ്പഴങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/2 സ്പൂണോളം തന്നെ ഉപ്പ് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഒട്ടും ഈർപ്പമില്ല കേട്ടോ. നമ്മൾ നല്ലെണ്ണയിൽ അമ്പഴങ്ങയിട്ട് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ലാസ്റ്റ് അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്തായാലും 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ലൊരു അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വിളഞ്ഞ് വരുമ്പോൾ ഇതിനകത്തൊരു സീഡ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാതെ മുഴുവനെ ഇട്ട് ഇതേ രീതിയിൽ അച്ചാറിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണിത്. നല്ലൊരു അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അമ്പഴങ്ങ സീസണൊക്കെ എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കണം. വീഡിയോ ഇഷ്ടമായതെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ.